അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്ന് അച്ഛനും അവനും കൂടെ പ്രശ്നം ഉണ്ടായി കാണും, അല്ലെങ്കിൽ അവൻ്റെ അനിയൻ. ഈ രണ്ടാമന്മാരാണ് കുടുംബത്തിൽ പ്രശ്നം. അങ്ങനെ ഞാൻ വല്ലാതെ സ്റ്റേഷൻ ചെയ്തപ്പോൾ സ്വീകരിക്കുന്നത് കാരണം ഇവന്മാർ ഇന്നലെ വെള്ളമാണ്. ഇവനും എൻ്റെ ഒരു കൂട്ടരുണ്ട് അച്ചു. ഉമ്മ രണ്ടുപേരും അടിച്ചിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ചാണ്. എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഞാൻ സമ്പാദിക്കുന്ന പൈസ മൊത്തം കൊണ്ട് സ്റ്റേഷനിൽ കൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ നാടകം, നീ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്റെ സ്വന്തം കൂടപ്പറപ്പിനെ ഇങ്ങനെ കുറ്റം പറയാറ് കാര്യം അവൻ്റെ ഭാഗം അറിയണം. അവൻ എന്തോ അറിയാനാണെന്ന് പറയാം. ഞാൻ ചെന്ന് അവനവിടെ സ്റ്റേഷനിൽ കൊണ്ടു മോനെ എന്ത് പ്രശ്നം അണ്ണാ, എന്നെ എല്ലാവരും കുറ്റം പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്ത് ഇത്ര വലിയ കുറ്റമാണ്. ഞാൻ ലിഫ്റ്റ് കൊടുത്ത കുറ്റമല്ല, എന്ത് സംഭവം എന്ന് വെച്ചാൽ പറയാം. വർക്കല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാൾ റോഡിൽ നിന്ന് ലിഫ്റ്റ് ചോദിക്കുന്നു. ലിഫ്റ്റ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്ത് ലിഫ്റ്റ് ചോദിക്കുന്നു, കൈ കാണിക്കുന്ന ആരും നിർത്തുന്നില്ല. അങ്ങനെ കുറേ നേരം ഇവരെ അവന്മാർ മാറി നിന്ന് വാച്ച് ചെയ്ത് കളാം എന്ന് വെച്ചാൽ ഇയാൾ കൈ കാണിക്കുന്നത് ആരും എടുക്കുന്നില്ല. അപ്പോൾ ഈ വാച്ച് ചെയ്യുന്നതിനെ കൂട്ടത്തിൽ അവന്മാർ ഇത് അടിച്ചുകൊണ്ടിരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വാച്ച് ചെയ്തിട്ട് ഉമ്മാർ ചെയ്തിട്ട് അച്ചു പറഞ്ഞു, എന്നാൽ നമുക്ക് ഇവനെ അങ്ങോട്ടാക്കാം, പുള്ളി അങ്ങോട്ടാക്കാം, പുള്ളി കുറേ നേരമായിട്ട് കൈ കാണിക്കുന്നില്ലേ, കുറേ ചെയ്യാം, നമുക്ക് ലിഫ്റ്റ് ചോദിക്കാം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ എന്ന് ഇയാൾ ഒന്ന് ചോദിച്ചു, ചേട്ടാ കയറിക്കോ, പരവൂരാക്കി തരാം. പരവൂരിൽ നിന്ന് വണ്ടി കിട്ടുമല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു, വേണ്ട നിങ്ങൾ പോയിക്കോ മക്കളെ എന്നാണ് പറഞ്ഞു. ഇയാൾക്ക് മക്കളെന്ന് വിളിച്ചപ്പോൾ അച്ചുവിന് സംഭവം ചെറുതായിട്ട് ഇതായി. എന്ത് ഇയാൾ വലിയ ഷോ, ഇത്രയും വണ്ടിക്ക് കൈ കാണിച്ചിട്ട് നിങ്ങൾ കയറിയില്ലല്ലോ, പിന്നെ നമ്മളൊന്ന് നിർത്തിയപ്പോൾ ഇയാൾ ഷോ കാണിക്കേണ്ട ആവശ്യം എന്ത് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അച്ചു എന്ത് ബാക്ക് ഡോറും കൊണ്ട് പറഞ്ഞിട്ട് ഇയാളെ പിടിച്ച് വണ്ടിക്കകത്ത് ഇട്ടിട്ട് അടച്ച്. ഇപ്പോൾ കൊല്ലത്തുനിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ കൊല്ലത്തുകൊണ്ടൊന്ന് ആക്കി. ഇതുകൊണ്ട് നിർത്തിയിട്ട് കുറേ കഴിഞ്ഞാൽ കുറേ പോലീസുകാർ തന്നെ അങ്ങ് വളഞ്ഞെന്നാ. അപ്പം ഞാൻ ചിലപ്പോൾ ഈ വണ്ടിക്കകത്ത് ഈ ലിഫ്റ്റൊക്കെ ചോദിക്കുന്ന ആളുകളെയൊക്കെ കഞ്ചാവോ മയക്കുമരുന്നൊക്കെ കാണും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് നിങ്ങൾ, ഞാൻ പറഞ്ഞത് ഇവന്മാർ ഇത് മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാന്ന് പറയും. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കാണും ബഹളോടാ. റൈറ്ററിങ് കൊണ്ട് അറിയുന്നിട്ട് മിണ്ടാവിടിരുന്നോണം, കള്ളനോടെ വായി കുടിച്ചിട്ടുണ്ട്. അവിടെ ട്രാഫിക് ഡ്യൂട്ടി പോലീസുകാരനെ ഈ പൊന്നന്മാർ ഇന്നലെ കൊണ്ടുവന്ന് ഇവിടെ കൊല്ലം സ്റ്റേഷനിൽ കൊണ്ട് നിറയ്ക്കുക. നീയൊക്കെ ഇവിടെ നില്ല, നിന്റെ ഇത് കാണിച്ചു തരാം. നീയൊക്കെ ഇവൻ എൻ്റെ അടുത്ത് പറയാം, എന്നാൽ പോലീസുകാരെന്നെങ്കിൽ എന്തായാലും തൊപ്പി വെച്ചുവിടായിരുന്നു. യൂണിഫോം ഇട്ടിരുന്ന പോലീസുകാരൻ ഇനി തൊപ്പിയും കൂടെ വെച്ചാൽ ഇവന് മനസ്സിലാവും.